നിന്റെ കൈ എത്തണം. ഓളാണെങ്കി ഒന്നും ഇങ്ങോട്ട് മേലിളകിട്ട് പണിയെടുപ്പിക്കൂല. പൈസ ഇല്ലാത്ത ആൾക്കാരാണ്, എന്നാലും ഉണ്ടല്ലോ മക്കളെ കൊണ്ടൊന്ന് പണിയെടുപ്പിച്ച് പഠിപ്പിക്കുക, അതെങ്കിലും ഉണ്ടാവുമല്ലോ. കുഞ്ഞുമ്മ, കുഞ്ഞുമ്മ, ആ ഇജാ കേറി വായോ. ആ എന്താ മോളെ അനക്ക് പണി? എന്തപ്പാ ഈ നേരത്തെ എവിടക്ക പോണേ? ഞാൻ ഇങ്ങണ്ടന്നെ വന്നതാണ് മോളെ. കൊറേ നേരേക്കണ് വരണം വിചാരിക്കണ്, പറ്റണ്ടേ ഓരോരോ പണിയോളിടയില് അങ്ങനെ നിന്ന് നേരം വൈകി. ഇപ്പൊ മരുവ് കൊടുക്കാനായിക്കണ്. ഇപ്പൊ വേഗം പോണം പെരേക്കന്നെ. എന്താ വിശേഷൊക്കെ? സുഖല്ലേ ഇപ്പൊ എല്ലാവർക്കും? ഇക്കെന്തത്ത് വിശേഷം? അനക്കല്ലേ ഇപ്പൊ വിശേഷൊക്കെ? ഇവിടെ ഇവിടെ ഇപ്പൊ എന്ത് വിശേഷം? പിന്നെ അന്റോടല്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞത്, അപ്പൊ അതൊരു വിശേഷം തന്നെ അല്ലേ? നല്ല വിശേഷ. അനക്ക് വേറെ എന്തേലും പറയാണ്ടെങ്കി ഇജ്ജ് പറയും. പക്ഷെ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയണ? എന്ത് പറ്റി എനക്ക്? ഒന്നും പറയണ്ട എന്റെ മകളെ. എന്റെ മക ഒരുത്തിനോട് കെട്ടിക്കൂടി നിക്കണല്ലോ, ഒരു പെണ്ണിനെ. ആ പെണ്ണിന് ഇപ്പൊ എന്താ കുഴപ്പം? ഓൾക്കൊരു കുഴപ്പമില്ല, ഓളെ പെരക്കാർക്കാ കുഴപ്പം. ഒരു 10 പവന്റെ സ്വർണ്ണ ഓളെ പെരക്കാര് തന്നിക്കണെങ്കി ഇത്ര സങ്കടം ഇല്ലേടി. ഒന്നും തന്നിട്ടില്ല. എന്റെ കുടുംബങ്ങളെ മുന്നിലൊക്കെ ഞാൻ ആകെ നാണം കെട്ടുന്നു. ഇനി നാണം കെടാനൊന്നുമില്ല. ആ പണ്ടൊന്നും സ്വർണ്ണല്ലേ? മളെ ഞങ്ങളൊക്കെ വിചാരിച്ചിക്കണ അത് സ്വർണ്ണാണ്. നാട്ടിലെന്നെ ഒരു പാട്ട് അയക്കണ്, എന്റെ മകൻക്ക് നല്ല സ്വർണ്ണണ്ട്, നല്ല വല്യോത്തുന്നാ തോന്നുന്നുണ്ട് കല്യാണം കഴിച്ചിക്കണെന്നൊക്കെ. ഞങ്ങളാരും പെണ്ണിനെ കൊണ്ടാൻ ഇതിനൊന്നും വന്നിട്ടില്ലല്ലോ. നിങ്ങളെ കുടുംബങ്ങൾ മാത്രല്ലേ പൊയ്ക്കണേ. അപ്പൊ നാട്ടിലുള്ളവർക്കൊക്കെ വിചാരം ഇത് സ്വർണ്ണാണെന്നാണ്. സ്വർണ്ണോ? അതൊക്കെ ഗ്യാരണ്ടി പണ്ടങ്ങളേന്ന്. ഒക്കെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ കടയിൽ കൊണ്ടുകൊടുത്തുങ്ങള് വാടകക്ക് എടുത്ത സാധനീന്നത്ര. അപ്പൊ ഇങ്ങള് അറിഞ്ഞിട്ടില്ലേ അത് സ്വർണ്ണല്ലാന്നുള്ളത്? എവിടുന്ന് അറിയണ് മളെ, ഞങ്ങളെ പറ്റിച്ചീല ഓല്. ഇതിപ്പോ നല്ല കഥായി. എന്നിട്ട് പോളെവിടെ? ഒത്തുണ്ടായിന്ന്. ഇനിയിപ്പൊ പറ്റേണ്ടതൊക്കെ പറ്റി. ഇനി നാട്ടുകാരോടൊക്കെ പറഞ്ഞ് നടക്കണ്ട. ഇനി ആരോടും മുണ്ടണ്ടൊക്കെ സ്വർണ്ണാണെന്ന് വിചാരിച്ചോട്ടെ. പറ്റിയേ പറ്റി. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പൊ എങ്ങനെയെങ്കിലും ഓളൊന്നും ഇവിടുന്ന് പറഞ്ഞേക്കണം. അതിനുള്ള എന്തേലും നോക്കണം. ഞാൻ വന്നതേ ഇക്ക് 2 തക്കാളിയാണടി. ഞാനേ ഉച്ചക്ക് നടക്കലുറങ്ങിക്കണ് മൂപ്പരെ പിന്നാലെ തക്കാളി കൊണ്ടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട്. അപ്പൊ ഓല് പോയി നോക്കുമ്പോ പീടി അടച്ചിക്കണ്. ഇന്നെന്താ മരിപ്പ് എന്തോ ഉണ്ടത്ര. അപ്പൊ അങ്ങാടിയിലൊന്നും ഒരൊറ്റ കടിയില്ല. ഇനിയിപ്പോ ഇവിടെ എങ്ങാനും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതൊക്കെ. ആണെങ്കിൽ വൈകുന്നേരത്തിന് കറിയും വെക്കണേ. തക്കാളിയോ? അതിനെന്താടി, ഞാൻ തരാം. ഇജ്ജ് അവിടെ നിക്ക, ഞാൻ ഇപ്പൊ വരാം. എന്നാ ഇനിയിപ്പൊ എന്തായാലും സാരില്ല, ഇജ്ജ് ക്ഷമിക്ക. എന്തെങ്കിലൊക്കെ വഴി ഉണ്ടാവും. എന്തായാലേ ഇനി ഞാൻ ഓളങ്ങനെ ആട്ടട്ടിലിട്ടിട്ട് ഇങ്ങനെ ആട്ടാനൊന്നും പോണില്ല. എല്ലാ പണിയോളും ഇനി ഓളെ കൊണ്ട് തന്നെ ഞാൻ എടുപ്പിക്കും. ഓളെ ഞാൻ വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല എന്തായാലും. ഓളെ ഇന്നെ നാണം കെടുത്തിയോളെ ഓളെ പെരക്കാരും കൂടി. ഇന്റെ മകൻ എനിക്ക് ഇനിയൊരു കല്യാണം നോക്കിയിട്ടുണ്ടെങ്കിലേ അസലായിട്ട് നല്ല പണമുള്ള ആൾക്കാരെ കിട്ടും. ഇത് ഞങ്ങൾ പോയി പെട്ടതാണ് മോളെ. ഞാൻ എന്തായാലും അവനെ കൊണ്ട് വേറെ പെണ്ണെട്ടിക്കാൻ നോക്കണം. ഈ പിരിപ്പിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കന്നെ വേണം. ഇജ്ജ് വിചാരിക്കണ പോലെ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും. ഇജ്ജ് സമാധാനപ്പെട്. ഞാൻ എന്തായാലേ മൂപ്പര് കൊടുന്നിട്ട് തരണ്ടിട്ടോ. ഞാൻ പോട്ടെ. ഇനിയിപ്പോ എന്തായാലും മരിബ് കൊടുക്കാരായിരിക്കും. ഇനിയിപ്പോ ആ തൊടു കൂടെ അങ്ങനെ ചാടി കടന്ന് പോണ്ടേ. എന്നാ ആയിക്കോട്ടെട്ടാ. ഇതൊക്കെ ഇനിയിപ്പൊ എന്തെന്നെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവുക? ഓളിപ്പ തക്കാളിയിട്ടാ പോണതൊന്നും നോക്കണ്ട. ഓൾ ഇനി 4 പുറത്തുള്ളവരോടൊക്കെ നടന്ന് പറയും. ഇല്ലാത്തൊരു കഷ്ട. ഒറ്റൊന്നിനും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പോൾ ഇത് എവിടെയാണ്? നേരെ വൈകുന്നേരം ആയപ്പോത്തിന് മണിയറയെ കൂടിയോ? സാജിദ, സാജിദ. വൈകുന്നേരം ആവാൻ കണ്ടി ഇടയില്ല. അപ്പൊ ഓള് മുറി കയറി വാതിലടച്ച്. എന്താ ഇത്ര തോന്നെ ഓൾക്ക് അതിന്റെ ഉള്ളിൽ പണി? എടി സാജിദ. എന്താ നിങ്ങള് വിളിച്ചേ? അല്ല, അനക്ക് എന്താ ഈ റൂമിൽ ഇത്ര തോന്നെ പണി? നേരെ വൈകുന്നേരമായ അപ്പൊ ഔത്തുക്കണ് മണ്ടല മഗ്‌രിബ് കൊടുത്തിട്ടുള്ളൂ. ഞാനവിടെ തിരുമ്പിയത് മടക്കിയേക്കായിരുന്നു. തുണി കുപ്പായ മടക്കിയേക്കല്. അല്ല,
പാത്രങ്ങൾ എന്താ മോറാതെ അവിടെ ഇട്ടുങ്ങാണ്ട് പോന്നിക്കണേ. ഇനി ആരും മോർമിച്ചിട്ടാ ചെയ്ത് അവിടെ ഇട്ട് ഞാൻ കഴുകിക്കോളാം. കഴുകാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചാ അന്ന് വേഗം പോയി നേരാക്കത്. ഒരു 10 പൈസന്റെ ഗുണവും ഇല്ല. എന്നാ പണിയെടുക്കാൻ പറഞ്ഞ പെണ്ണ് അതൊക്കെ ഒന്നും കേൾക്കൂല. എങ്ങനെ പറയണത്? പിന്നെ ഞാൻ അന്നെ എങ്ങനെയാടി താരാട്ടാടെ ഞാൻ ഇങ്ങനെ തൊട്ടിയിലിട്ടിട്ട് അന്നേ താരാട്ട് ആടിയിട്ട് ഇങ്ങനെ ഉറക്കി തരാം. ഒരു ഗ്രാമിന്റെ ഒരു പണ്ടം കൊടുന്നിക്കണമെങ്കിൽ വേണ്ടിയില്ല. കജ്ജും വീശിട്ടുണ്ട് കേറി വന്നിക്കണോള്. ഓള് വല്ലേ ചില അലക്കണത്. മര്യാദക്ക് പോയിച്ചാ പാത്രങ്ങൾ എടുത്തേക്ക്. എനിക്ക് ഇത്രയൊക്കെ തന്നെ അന്നെ ഇതാക്കാൻ പറ്റുള്ളൂ. സൗകര്യം ഇല്ലേക്ക് എന്നോട് നല്ലപോലെ വർത്താനം പറയാൻ. ഇജ്ജ് എന്താ കാട്ടുക? അനക്ക് ഇവിടുന്ന് പോണോ? ഇജ്ജ് പോയിക്കോ. എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ പെരന്റെ ഉള്ളിൽ ഇജ്ജൊന്ന് പോയി കിട്ടിയാൽ മതി. വേറെ ഒന്നും തരണ്ട ജി. ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ മനസ്സിന് തല ഉർത്തിയിട്ട് ഇങ്ങനെ നടക്കാൻ വെച്ചാത്ത അവസ്ഥ ആക്കിച്ചിരിക്കണ ഓള്. ഓളുള്ള പെരക്കാര ആ തന്തനി തള്ളിനി പറഞ്ഞാ പോരെ. ദരിദ്രവാസിയോള് വേം പോയിട്ട് ആ പാത്രങ്ങൾ പോരേക്ക്. വിളിച്ചിട്ടില്ല. ഒന്ന് അടിച്ചു നോക്കിയാലോ. ഞാൻ അങ്ങോട്ട് അടിക്കന്നെ വേണ്ടി വരും. ഇതൊക്കെ നിങ്ങളുണ്ട്. ഇവളെന്താ ഈ ഫോൺ കൊടുക്കാത്ത? ഇവള് എവിടെ പോയി കിടക്ക? എന്നും ഇങ്ങനത്തെ. എന്താണ്? ഞാൻ എന്റെ പെരേക്കൊന്ന് പോട്ടെ. പെരേക്ക് പോവേ? എന്താ ഇപ്പൊ ഇത്ര പെരയിൽ ഇത്ര തോന്നെ വിശേഷിച്ചുള്ളത്? ഇമ്മാക്ക് സുഖമില്ലാണ്ട് വിളിച്ചീന്ന്. പെരയിൽ ആരും ഇല്ല അത്ര. അന്റെ ഏരത്തോളൊക്കെ ഇല്ല അവിടെ? ഓലോടൊക്കെ കൊണ്ട് വരാൻ പറ. ഇജപ്പൊ ഇവിടുന്ന് പോക്ക്. ഇജ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ആരാ ഉള്ളത്? ഇന്നെ കൊണ്ട് വെച്ച ഈ പെരനുള്ളത്തെ പണികളൊക്കെ ഒന്നും ഇങ്ങനെ എടുക്കാനൊന്നും. 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളു ഉമ്മ. ഞാൻ പോയിട്ട് വേഗം വരാം. ഉമ്മാക്ക് തീരെ വയ്യാത്തോണ്ടാണ്. 2 ദിവസത്തിനായാലും 10 ദിവസത്തിനായാലും ഇജ്ജ് ഇവിടുന്ന് പോവാൻ നിക്കണ്ട. ഞാൻ എന്നെ പറഞ്ഞേക്കൂല. അന്റെ ഉമ്മാന്റെ അടുത്ത് ആളില്ലായൊന്നുമില്ലല്ലോ. ഇനി ഓല് വന്നില്ലെന്നുണ്ടെങ്കിൽ അന്റെ അപ്പ ഉണ്ടല്ലോ അവിടെ. എന്താ അന്റെ അപ്പാക്ക് പണികൾ എടുത്താല്? എന്നും തള്ളക്ക് തണ്ണാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോലെന്നെ പണിയുള്ളൂ. എന്താ എന്റെ അമ്മാക്ക് മാത്രല്ല ഈ ലോകത്ത് അസുഖമുള്ളൂ. എനിക്കും ഉണ്ട്. എന്റെ കാലിന്റെ മുട്ടോണ്ടൊന്നും തീരെ നീച്ചാട് നടക്കാൻ വെച്ച. എന്നിട്ട് ഞാൻ നീച്ചടക്കുന്നില്ല. ഞാൻ എന്റെ മകളെ വിളിച്ചെടുക്കുന്നുണ്ടാ? ഇങ്ങനെ പോവാൻ നിൽക്കുന്നു. മര്യാദ അടുക്കളയിൽ പണിയോളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കൂട്. അന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കാടി തമ്പുരാട്ടിയെ. ഈ പെണ്ണിത് എവിടെയാണ്? ഈ പെണ്ണ് ഏത് നേരം വിളിച്ചാലും പെണ്ണ് ഫോടക്കൂല. എന്തൊക്കെ ഇത്ര പോലെ മല മറിച്ചിന പണിയപ്പോ ഉള്ളത് അവിടെ? അങ്ങനെ അല്ലെങ്കിൽ ആ തള്ള ഒന്നിനും കൂടുന്നുണ്ടാവൂല. അത് അങ്ങനെ ഒരു സൈസാണ്. ഒറ്റയ്ക്ക് എന്റെ മകളെ കൊണ്ട് ഇങ്ങനെ പണി പേടിപ്പിക്കും. ഒരു ഫോൺ എടുക്കണില്ല. ഇങ്ങോട്ട് അടിച്ചോളൂ. ഉമ്മ എന്താണ്? ഉമ്മ അവിടുന്ന് ഇപ്പോഴും ഉമ്മ ഇപ്പം വിളിച്ചീന്ന്. ഒന്ന് ചെല്ലോന്ന് ചോദിച്ചിട്ട്. ഉമ്മക്ക് തീരെ നീറ്റ് അടക്കാൻ വയ്യ. അന്റെ അമ്മ അവിടെ ചാവാൻ കൊടുക്കൊന്നുമല്ലല്ലോ. അങ്ങനെ തന്നെ വാഴടി എന്റെ പെരക്കാർക്ക്. ഇനി എന്റെ മകനും പറ്റിച്ചല്ലേ. അപ്പൊ പറിച്ചോൻ കൊടുത്തതാണ്. നിങ്ങൾ എന്തെങ്ങനൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയാടി പറയേണ്ടത്? അന്റെ പെരക്കാര് ഞങ്ങളെ പറ്റിച്ച തന്നെയാണ്. ഞങ്ങള് പണ്ടം വേണ്ടാന്നൊക്കെ പറയും. അതൊരു മര്യാദ. ഞങ്ങളെ മര്യാദ ഞങ്ങള് പാലിച്ചിരിക്കുന്നത്. തിരിച്ചും അതേപോലെ ഒരു മര്യാദ നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു. ഇനി എന്ത് മര്യാദ അമ്മ ഞങ്ങള് കാട്ടണ്ട നിങ്ങളോട്? എന്ത് മര്യാദന്നോ? ഞങ്ങള് പണ്ടം വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെന്നാ ഒരു 10 പവനെങ്കിലും തരുന്ന് ഞങ്ങള് വിചാരിച്ച്. ഒരു പവൻ പോലും എന്റെ വാപ്പിയും എന്റെ മേത്തിട്ട് തന്നിട്ടില്ല. എന്റെ മക ഇട്ടെന്നാ മഹറല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്റെ മേത്ത്? ഇല്ലല്ലോ. ഇത്രക്ക് ദരിദ്രവാസികളാണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല. ആ പേരൊക്കെ കണ്ടപ്പോ ഞങ്ങളും വിചാരിച്ച് നല്ലോരേക്കാരെന്ന്. പിന്നെയാണ് അറിഞ്ഞത് അത് മുസ്ലിം ലീഗേര് കയറ്റി തന്ന പെരയാണ് എന്നുള്ളത്. ഇങ്ങനൊന്നും ഒരാളെ പറ്റിക്കണ്ടിണ്ടായിരുന്നില്ല.
സംഭവം ശരിയാണ്. നിങ്ങള് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മുതലുണ്ടെന്നോ ഇല്ലാന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളെ മകൾക്ക് തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂലെന്നത് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാ പിന്നെ ഞങ്ങൾ അതും ആഗ്രഹിച്ചിരിക്കൂല്ല. അന്നട്ടിന്റെ മകൻ കെട്ടൂല്ല. ഒന്നും കൊണ്ടിട്ടില്ല. ഞങ്ങളൊന്നും വേണ്ട പറഞ്ഞപ്പോ കയ്യും വീട്ടിട്ട് മകളോട് പറഞ്ഞയച്ചു. നാണ്ട എന്റെ പെരക്കാർക്ക് ഇപ്പോൾ അമ്മക്ക് വെജാന്ന് പറഞ്ഞിട്ട് വിളിച്ച അവിടെ കെടുക്കട്ടെ വെള്ളം. അമ്മാനെ പറഞ്ഞത് അവൾക്ക് പറ്റിയിട്ടില്ല. ഇനി ഞാൻ എന്തൊക്കെ ഓനെ ഞാൻ പറയേണ്ടത്? ഓലൊക്കെ ഇങ്ങനെ സ്നേഹിച്ചിങ്ങനെ നടക്കും. എന്താ ഞാൻ എന്റെ ഉമ്മാനോട് പാടും അറിയില്ല. ഹലോ ഉമ്മ. ആ മോളെ ഈ വരൂലേ? ഞാൻ ഇപ്പൊ വരുന്നില്ല അമ്മ. ഇവിടെ ആളില്ലല്ലോ. ഇവിടുത്തെ ഉമ്മാക്ക് സുഖമില്ല. ഞാൻ വിചാരിച്ചു ഇജ്ജ് വരുന്ന്. അമ്മ പിന്നെ വരണ്ട്. താത്താനോടൊന്ന് വന്ന് നിക്കാൻ പറയോ? ഈ എന്താ കരയാണ്? എന്താ എനക്ക് പറ്റി? ഞാൻ കരയൊന്നുമല്ല. എനിക്ക് നല്ല ജലദോഷം ഉണ്ട്, അതാണ്. ഞാൻ പിന്നെ വിളിക്കട്ടെ. അമ്മക്ക് കുറച്ച് പണികളുണ്ട്. ആയിക്കോട്ടെ. ശരി എന്നാ. എന്താടോ ഇവിടെ വന്നിരുന്ന് കരയണ്? എന്താ പറ്റി? എന്താ എനക്ക്? ഒന്നുമില്ലാതെ ഇപ്പൊ ഇരുന്ന് കരയോ? കാര്യം പറയ്. ഞാൻ എന്റെ വീട്ടിൽ പോട്ടെ. നിക്കാൻ പോവാനാ? ഒരു കാര്യത്തില് പറഞ്ഞ എന്നും നിക്കാനും കാലാകാലം നിക്കാലോ. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അതിന് മാത്രം ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായി? എന്താണ്? മടുത്തുകള്. ഞാൻ എന്റെ പെരക്കാര് എന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങളമ്മ ഇങ്ങനെ പറയണത്? സംഭവം ശരിയാണ്. ഞങ്ങൾക്ക് ഒന്നുമില്ല, മുതലും ഇല്ല. എല്ലേത് അറിഞ്ഞിട്ടല്ല ഇക്കെന്നെ കെട്ടിയത്. നിങ്ങളമ്മ ഞാൻ ഒന്നും കൊടുന്നില്ല. ഞാൻ കൊടുന്നതൊക്കെ ഗ്യാരണ്ടി ഫണ്ടാണ് എല്ലാരോടും പറഞ്ഞിക്കണം. ആരോടാ പറഞ്ഞത്? അമ്മായി വിളിച്ചിന്ന്. അമ്മായിനോടും ഉണ്ട് പറയണ്. കൊടുന്ന പണ്ടൊക്കെ ഗ്യാരണ്ടിയാണ്. എന്നെ പറ്റിച്ചു. ഇനി എന്റെ മകനും പറ്റിച്ചു. ഒരു വല പെരക്കാര് ഓളങ്ങനെ വാഴാൻ സമ്മതിക്കൂല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കെട്ടിയത്? എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, ഉമ്മ പറഞ്ഞ് സ്വർണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ കെട്ടിയത്. ഇല്ലെങ്കി എന്നെ കെട്ടൂല. നിന്റെ മകൻ ഇനി എന്റെ മകൻ നിങ്ങൾ ചതിക്കേന്. വെയ്യക്ക. ഞാൻ എന്തായാലും ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. നിങ്ങൾക്ക് വേറെ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കും ചെയ്യാം. ഞാൻ മാറി തന്നാ പോരെ. നിങ്ങൾ ഉമ്മാന്റെ ആവശ്യം ഇപ്പൊ അതാണ്. ഇതൊന്നും മുണ്ടാതിരുന്നാ ഇമ്മ അവിടെ പറഞ്ഞോട്ടെ. ഞാൻ എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ടല്ല കെട്ടിയിരിക്കണത്. ഇമ്മക്ക് ഇതിനൊക്കെ ഒരു തിരിച്ചടി കിട്ടുന്ന ദിവസം വരും. ഇജ്ജ് വെയിറ്റ് ചെയ്യേ. ജിക്ക് വേണ്ടിട്ടൊന്ന് ക്ഷമിക്കേ. ഇവൾക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വിളിച്ചാൻ തോന്നിയില്ല. ഹലോ. ഇതെന്താ മോളെ ഫോൺ അടിച്ചിട്ടൊന്നും എടുക്കാത്ത?
ഉമ്മ ആകെ ബേജാറായി. എങ്ങനെ വിളിക്കുക? ഇവിടെ ആകെ പ്രശ്നാണ്. എന്ത് പ്രശ്നാണ് അവിടെ? ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ നല്ലത്. എൻ്റെ ഒരു ഇളയച്ചി ഉണ്ടല്ലോ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നോള്. ഓള് വെറുതെ എന്നേറ്റ് തിരക്ക് കൂടുകയാണ്. ഒരു സ്വസ്ഥയും സമാധാനം. ഓളങ്ങനെ എന്നെ പറയാനുള്ള അവകാശം ഒന്നും ഓൾക്കില്ല. ഇജു അസലായിട്ട് നല്ല പണ്ടം കൊണ്ട് കേറിയത് തന്നെയല്ലേ. പിന്നെ എന്തിനാ ഓള് എന്നെ ഇങ്ങനെ പറയണത്? ആ പണ്ടത്തിനൊന്നും ഒരു വിലയില്ല ഓൽക്ക്. എന്റെ അമ്മായിമ്മല്ലേ അവിടെ, ആ തള്ളനോട് ഓള് ഒതുക്കാൻ പറയും. എന്റെ അമ്മായിമ്മ ഒന്നും ഒതുക്കൂല. എന്റെ അമ്മായിമ്മ കോള ഭാഗോ? ഇജല്ലേടി കൈ നിറച്ച് പണ്ടായിട്ടില്ല കേറിയിക്കണ്. ഓള് എന്തൊക്കെയാ കൊടുന്നിക്കണത്? 100 പാവം കൊടുന്നിക്കണ്. 100 പവനോ? എന്റെ മാപ്പിള ഇല്ല അവിടെ. എന്റെ മാപ്പിളക്ക് ഓരോ നിലക്ക് നിർത്താൻ വെച്ചേ. എന്റെ മാപ്പിള ഒന്നും പറയൊന്നുമില്ല. എന്റെ മാപ്പിള ഒക്കെ ഓല ഭാഗം തന്നെ. അമ്മായിമ്മ എന്താ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ അമ്മ, നിങ്ങൾ ഇനി ഓളൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഓള് പണ്ടം കൊണ്ടാണ് കേറി വന്നിരുന്നുണ്ടെങ്കിൽ ഓളിപ്പോ നിങ്ങളിട്ട് പഠിപ്പിച്ചിന്ന്. ഞാൻ ഒന്നും ഓളെ പറച്ചിലൊന്നുമില്ല. നിങ്ങൾ ഓളൊന്നും പറയണ്ട. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കും കൂടി ഒന്നും തോന്നണ്ടല്ലേ. നിങ്ങളെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയണത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പണ്ടൊന്നല്ല വലുത്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയതേ നല്ലൊരു മരോളയാണ്. ഇനിയിപ്പോ പണ്ടും കൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞോളവിടെ വെച്ച്. ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കണ്ട. ശരി എന്ന് വെച്ചാളി. പറഞ്ഞത് ശരി തന്നെയാണ്. പണ്ടായിട്ട് തൂക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. സ്നേഹം സമാധാനം എല്ലാം ആകെ വേണ്ടത്. ഒരു പേരൻ്റെ ഉള്ളിൽ ഇപ്പൊ സമാധാനം ഇല്ലാന്ന് വെച്ചാൽ എന്താ കാട്ടുക? ഇപ്പൊ ഇന്നോടെ ഞാൻ ഇങ്ങനെ കൊക്കി പാറുന്നല്ലാതെ ആ കുട്ടി എന്നോടൊന്നും പറിച്ചില്ല. എന്താ പ്രശ്നം? ഒന്നുമില്ല. നിങ്ങള് മറച്ചോക്കൊന്നും വേണ്ട. ഓളോടെ എന്തൊക്കെ പ്രശ്നമുണ്ട്, ഓളെ ഇളയച്ചി എന്തൊക്കെയാ ഓളെ കാട്ടണുണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഓളെ അമ്മായിമ്മ ഒക്കെ ഇളയച്ചിയുടെ ഭാഗമാണ്. ഇളയച്ചി 100 പവന്റെ സ്വർണം കൊടുന്നിക്കണ്. അപ്പൊ അമ്മായിമ്മയും ഓളെ ഭാഗം നിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങക്ക്? നിങ്ങൾ എന്റെ പെണ്ണുങ്ങൾ എങ്ങനെ പറഞ്ഞതല്ലോ ഒന്നും ഇല്ലാത്തോളാണ് എന്ന്. സംഭവം ശരി തന്നെയാണ്. ഓൾക്ക് ഒന്നുമില്ല. എന്നാലും ഓൾക്ക് സ്നേഹിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ട്. പിന്നെ നിങ്ങൾ ബാക്കി പണ്ടും കൂടി കൊടുക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഇനി മകൾക്ക് സ്വസ്ഥത ഉണ്ടാവൂല. ഇജി ഇങ്ങോട്ട് പോരെ. ഇജി ഞാൻ ഒത്തുക്ക് പോയിക്കോ. ഞാൻ എന്നെ ഒന്നും ഉമ്മ പറയില്ല. ഇജ് കണ്ടോളുണ്ടു. ഇപ്പൊ ഓളോട് നല്ലപോലെ നന്ദിനാന്നുണ്ടെങ്കിൽ ഇപ്പൊ മുന്നേറ്റ് ചാടിക്കളിക്കും. മകളൊരു ഇടങ്ങേറ്. ഞാൻ ഇങ്ങനൊക്കെ ആവുന്നുള്ളൂ ഞാനും വിചാരിച്ചിട്ടില്ല.